എങ്കിൽ പിന്നെ ഇനി വൈകണ്ട, നമുക്കങ്ങ് തുടങ്ങാം മോളെ. കട്ടി. എക്സ്ക്യൂസ് മീ. അതെ, എന്റെ വരവ് ഒരു ചർച്ചയാക്കണ്ട. കേക്ക് കട്ടിങ് നടക്കട്ടെ. ആ കട്ടി സ്നേഹ. കട്ടിയിടൂ. അതെന്താ എന്റെ കാര്യത്തിലൊരു മടി? മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സർ. നമ്മൾ ആരൊക്കെ എന്തൊക്കെ സമ്മാനം കൊടുത്താലും സാരംഗിന്റെ ഈ വരവ് തന്നെ യഥാർത്ഥത്തിലുള്ള ഗിഫ്റ്റ്. സ്നേഹ എന്നെ നേരിട്ട് വിളിക്കാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. ഞാൻ കൂടി വന്നാൽ അതൊരു സന്തോഷമാവില്ലെന്ന് ഞാൻ കരുതി. തീർച്ചയായും സർ. ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ എക്സൈറ്റ്മെന്റ് എത്രയാന്ന് സാറിന് ചിലപ്പോൾ മനസ്സിലാവില്ല. റിയലി മിസ്റ്റർ സാരംഗ്. അരുൺ, താനെന്താടൊന്നും മിണ്ടാത്തത്? ഓ, ഭാവി വധുവിന്റെ പിറന്നാളായതുകൊണ്ട് അല്പം ഗൗരവമായിക്കോട്ടെ എന്ന് കരുതിയോ? അല്ല സാർ, ഞാനും പെട്ടെന്ന് സാറ് വന്നപ്പോൾ സർപ്രൈസ് ആയിപ്പോയി. കുറച്ചു മുമ്പ് പോലും സാരംഗ് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്രൈസ് ഉണ്ടാവുമോ? അല്ലേ ഫാദർ? അത് സത്യ. സാരംഗ് ഇപ്പൊ തിരക്ക് പിടിച്ചിറങ്ങുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. തൽക്കാലം ഞാൻ എന്റെ സകല എൻഗേജ്മെന്റ്സും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങളൊന്നിരുന്ന് സംസാരിക്കേ. ഞാനും സാരംഗും ആദ്യമായിട്ട് കാണുകയല്ലേ, ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കട്ടെ. ഈ പേഴ്സണൽ സംസാരം എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത്? അച്ഛൻ രാവിലെ തന്നെ ഒരു കുപ്പി എടുത്ത് മേശയുടെ അടിയിൽ വെച്ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ ആകെ എല്ലാവരും മോളുടെ ബർത്ത്ഡേ അല്ലേ, വേണമെങ്കിൽ ചെറുതൊരെണ്ണം ആയിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതി. എന്ന് കരുതി സാറിനെ വഷളാക്കണ്ട. ഏയ്, ഇതൊരു സന്തോഷമല്ലേ മൈഥിലി. ഞാൻ ഇപ്പൊ വരാടോ. ഞങ്ങളിതാ വരുന്നു, വരൂ. രംഗനാഥ, ഇത് എന്ത് മാജിക്കാ മാം? എന്താ സാറിന് സംഭവിച്ചേ? എനിക്കറിയില്ല. ഇന്നലെ മുതല് സാരെങ്കിലും വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. സ്നേഹ, ദാ വരുന്നു. സാറിന്റെ വരവ് നല്ല ലക്ഷണമാണല്ലേ മാഡം? എനിക്ക് തോന്നുന്നത് സാറിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ്, അല്ലേ ഫാദർ? കുടുംബജീവിതത്തിൽ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഒരു വിലയുണ്ട്. അതെപ്പോഴും മൂല്യമുള്ളതാണ്. അയാളായിട്ട് തുടങ്ങി വെച്ചത് അയാളായിട്ട് തിരുത്തിയെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യമുണ്ടോ? ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നു, കുട്ടികളുടെ PTA മീറ്റിങ്ങിന്. അവിടെ നിന്ന് വരുമ്പോഴും പഴയതുപോലെ സാരംഗ് എന്നോട് സംസാരിച്ചിരുന്നു. ഫാദർ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് സാറിനോട് നേരിട്ട് ചോദിച്ചാലോ? എന്ത് ചോദിക്കാനാടാ? അല്ല, മാമിനോട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയൊന്ന്. എടാ, മണ്ടത്തരം പറയാതെ. ഈ വരവിൽ അയാൾക്ക് പറയാനുള്ള എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. മൈഥിലി മോളെ, നിന്റെ സ്നേഹം മറികടന്നു പോകാനൊന്നും അയാളെ കൊണ്ട് പറ്റില്ല. ഇത് ഈശ്വരന്റെ അനുഗ്രഹം തന്നെ. എനിക്ക് ആരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, അതിലെനിക്ക് ഒരു സംശയമില്ല. സത്യം പറഞ്ഞ എനിക്കിത് ശീലമല്ല. എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് പറ്റുന്ന പണിയുമല്ല. ഒരല്പം കഴിച്ചു പോയാൽ ഞാനങ്ങ് കയ്യിന്ന് പോകും. ഞാനും റെയറായിട്ടേ ഉള്ളൂ. ഇന്നെന്തായാലും എല്ലാം തികഞ്ഞൊരു ദിവസമാണ്. അതും എൻ്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചത്. വളരെ നന്നായി. ദേ, ഇനിയും വരാനുള്ള ചടങ്ങ് സ്നേഹമോളുടെയും അരുണിന്റെയും വിവാഹമാണ്. അതിന് താനിങ്ങനെ പൊട്ടിമുളച്ച പോലെ വന്നാ പോരാ, ഇവിടെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും നേരിട്ട് നിന്ന് നോക്കി നടത്തണം. ആയിക്കോട്ടെ, ആ, ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും
സാധാരണ പെൺകുട്ടികളുടെ അച്ഛനമ്മമാര് ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ. മകളുടെ ഭർത്താവായിട്ട് വരുന്ന ആളെക്കുറിച്ച് പൂർണ്ണമായിട്ടൊന്ന് അറിയാവുന്നത്. അരുണിനെ കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ രംഗനാഥ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അയാളെക്കുറിച്ച് എന്തോന്ന് അന്വേഷിക്കാൻ? അയാളൊരു തുറന്ന പുസ്തകമല്ലേ. പിന്നെ അയാളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാനോ അറിയാനോ ആണെങ്കിൽ ഫാദറിനോടോ മൈഥിലിയോടോ ചോദിക്കണം. അവരുടെ ഗുഡ് ബുക്കിൽ അരുണുണ്ട്. ഞാൻ അത്രേ അന്വേഷിക്കുന്നുള്ളൂ. അല്ല മിസ്റ്റർ രംഗനാഥൻ, അച്ഛാ, ഈ കലാപരിപാടി എത്ര നേരം ഉണ്ടാവും? ദേ, ഞങ്ങൾ അവസാനിപ്പിച്ചു. എങ്കിൽ എഴുന്നേറ്റ് വാ, ഭക്ഷണം കഴിക്കണ്ടേ? ആയിക്കോട്ടെ, വരൂ സാരംഗ്. ആ കുറച്ച്. ഇവിടെ എല്ലാം റെഡിയാണല്ലോ. എങ്കിൽ പിന്നെ എല്ലാരും ഇരിക്കേ. സ്നേഹിരിക്കെ. മാം ഇരിക്കേ. വേണ്ട, ഞാൻ വിളമ്പിട്ടിരിക്കാം. ആ, ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഒന്നിച്ചിരുന്നാ മതി. വിളമ്പിലൊക്കെ ഞാൻ ചെയ്തോളാം. അതൊക്കെ പിറന്നാളുകാരുടെ ഡ്യൂട്ടിയല്ലേ. നിങ്ങൾ ഇരിക്കേ. ഇരിക്കൂ സാരംഗ്. കുറച്ച് ചോറ് ഇരിക്ക്. ഓ മതി. 100-500 ആള് വിളിച്ച് വേണമെങ്കിൽ ഒരു വലിയ ഫംഗ്ഷനായിട്ട് നടത്താമായിരുന്നു. പക്ഷേ ഇത്രയും സന്തോഷം അതിൽ നിന്ന് കിട്ടില്ല. സാരംഗ് സർ, ഞാൻ എന്തായാലും ഈ ബർത്ത്ഡേ എല്ലാ കാലത്തും ഓർക്കും. താങ്ക് യു. വെള്ളം കുടി. ഇപ്പൊ ഓക്കെ അല്ലേ? ഇതിലും വലിയൊരു സർപ്രൈസ് ഇനി സാരംഗ് തരാനില്ല. വല്ലാത്തൊരു വരവായി പോയി. ഒരു കയത്തിൽ വീണുപോയ എന്നെ കൈപിടിച്ച് കയറ്റിയതല്ലേ താൻ. അപ്പൊ എനിക്ക് തോന്നി താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സ്ഥലത്ത് തന്റെ തൊട്ടടുത്തുണ്ടാവണമെന്ന്. ഞാൻ മാത്രമല്ല, എല്ലാരും ഷോക്ക്ഡായി പോയി. സാധാരണ സാരംഗ് എപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ആളുകളെ തൃപ്തിപ്പെടുത്താനൊന്നും അറിയില്ലെന്ന്. ഇന്ന് എനിക്കത് മനസ്സിലായി. വേണമെന്ന് വെച്ചാ സാരംഗ് പെട്ടെന്ന് തന്നെ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഇടം പിടിക്കുന്നു. ഈ ഇടം പിടിച്ചവര് മുഴുവൻ അവസാനം എനിക്ക് ശല്യാവോ? അങ്ങനെയൊന്നുമില്ല. ആ പിന്നെ അരുണിന്റെയും സ്നേഹയുടെയും വിവാഹം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. സ്നേഹയുടെ ഫാദർ എന്നോട് സൂചിപ്പിച്ചു. അവര് തമ്മിൽ നല്ല ചേർച്ചയല്ലേ? ചേർച്ച രൂപം നോക്കിയല്ലോ തീരുമാനിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അരുണിനെ ഒരു പരിധിവരെ എനിക്കറിയാം. ആ കുട്ടിയെ ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട്, അത്ര തന്നെ. അപ്പൊ പിന്നെ അവരുടെ ചേർച്ചയെക്കുറിച്ച് എനിക്കെന്താ അഭിപ്രായം പറയാൻ പറ്റും? അവർക്ക് പരസ്പരം വലിയ ഇഷ്ടാ. അരുണിനൊരു പേടിയുണ്ടായിരുന്നു. അവനൊരു ഓർഫനായതുകൊണ്ട് അവരുടെ ഇഷ്ടം സ്നേഹയുടെ അച്ഛൻ സമ്മതിക്കുമെന്ന്. അതിന് അരുൺ അനാഥനല്ലല്ലോ, അവനെ താനില്ലേ? അങ്ങനെയല്ലേ? ആണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും അരുണിന്റെ സ്വന്തക്കാര് തന്നെയാ. അവനും അങ്ങനെ കരുതുന്നത്. നന്നായിട്ട് ജീവിക്കട്ടെ, ഇടയിൽ ഒരു താളപ്പഴയും ഇല്ലാതെ. സാരംഗ് ചില നേരത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോ എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നും. അത് താൻ അങ്ങനെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നോണ്ടാ. ഞാൻ പിന്നെ സൂക്ഷ്മമായിട്ട് നോക്കില്ലേ? എന്റെ കെട്ടിയവനല്ലേ. ഓ, നല്ല സുഹൃത്ത്. ചിരിച്ചുകൊണ്ട് കളിയാക്കാൻ ഒരു പ്രത്യേക വൈഭവമുണ്ട് തനിക്ക്. ഞാൻ കളിയാക്കിയൊന്നുമല്ല. എന്റെ ചില വേദനകൾ ഞാൻ പറയുമ്പോ സാരംഗിനെ കളിയാക്കുന്നതായി തോന്നുന്നതാ. കുട്ടികളെയും കൊണ്ട് ഇന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ? പോവാം. കുറേ നാളായി ഒന്നിച്ചൊന്ന് ഇറങ്ങിയിട്ട്. അവർക്ക് രണ്ടുപേർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു മോളിലേക്ക് പോയാലോ? താൻ ഫിക്സ് ചെയ്തോ? ഐ ആം റെഡി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും ഫിക്സ് ചെയ്യണ്ട, കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. അതല്ലേ നല്ലത്? അതും സമ്മതം. വാ.
സുമ, മക്കളെവിടെ? യാമി ഇതും തമ്മിൽ നല്ല വഴക്കായിരുന്നു. ഞാൻ കുറെ പാടുപെട്ടിട്ടാ പിടിച്ചു മാറ്റിയത്. ഓരോ പ്രശ്നങ്ങളായിട്ട് ഒതുങ്ങുമ്പോ അടുത്തത് തുടങ്ങുകയാണല്ലോ. സുമ അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. ഉം. യാമി പ്രശ്നക്കാരി ആവാണല്ലോ സാരംഗ്. അവര് വരട്ടെ, ആരുടെ കയ്യിലെ തെറ്റെന്ന് ചോദിക്കാമല്ലോ. എന്തായിരുന്നു ഇവിടെ? എന്തിനാ രണ്ടുപേരും കൂടെ വഴക്കൂടിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രണ്ടുപേരും വഴക്കിട്ടത്? ചേച്ചി കാരണോ? യാമി, എന്തായിരുന്നു പ്രശ്നം? ചോദിച്ചത് കേട്ടില്ലേ? ഇവൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കിട്ടതാ. അപ്പൂപ്പൻ വിളിച്ചിരുന്നു. അപ്പൂപ്പനോട് ചേച്ചി മോശമായിട്ട് സംസാരിച്ചു. ഞാൻ എന്ത് മോശമായിട്ട് സംസാരിച്ചു? അമ്മ ചീത്തയാണെന്ന് ചേച്ചി അപ്പൂപ്പനോട് പറഞ്ഞില്ലേ? മോളെ, അപ്പൂപ്പനാ. വല്ലപ്പോഴും ഒരിക്കലല്ലേ വിളിക്കുന്നത്. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? സാരംഗ്, ഇത് കേട്ടില്ലേ? എന്നെക്കുറിച്ച് മോളുടെ അഭിപ്രായം കേട്ടില്ലേ? സാരംഗ് എന്തോ ഒന്നും പറയാത്തത്? അച്ഛൻ ചീത്തയാന്ന് അപ്പൂപ്പൻ പറഞ്ഞാൽ ഞാൻ പിന്നെ സമ്മതിച്ചു കൊടുക്കണോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാരംഗ്, ഇതിന് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. മോളുടെ മനസ്സിൽ എന്താന്ന് ചോദിക്ക്. സാരംഗിന്റെ നാവിന്ന് എന്തെങ്കിലും തെറ്റ് വീഴാതെ പിന്നെയും പിന്നെയും ഇവളിങ്ങനെ പറയില്ല. അച്ഛൻ വിളിച്ചു, അതിന് ഇവരെന്തോ പറഞ്ഞു, അതങ്ങ് തീർന്നെന്ന് കരുതിയ പോരെ? പറ്റില്ല. സാരംഗിന് ഇപ്പൊ എന്നോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കിടയിൽ കഴിഞ്ഞതൊക്കെ മറക്കാനും പറ്റുന്നുണ്ടല്ലോ. യാമിയുടെ മനസ്സ് സാരംഗ് ക്ലിയർ ചെയ്യണം. എനിക്കെന്റെ മോളുടെ മുന്നിൽ കുറ്റവാളിയായിട്ട് നിൽക്കാൻ പറ്റില്ല. കുറ്റവാളിയായിട്ട് നിൽക്കാതിരിക്കണമെങ്കിൽ കുറ്റം ചെയ്യാതിരിക്കണം. സാരംഗ് എന്താ പറഞ്ഞ? കുറ്റം ചെയ്തുന്നോ? എന്തു കുറ്റം? അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ എന്നോട് കളിച്ചതും ചിരിച്ചതും കൂടെ കൊണ്ട് നടന്നതും പഴയതൊക്കെ മറന്നതുപോലെ അഭിനയിച്ചതും? എനിക്കൊരു ടെൻഷൻ വന്നപ്പോൾ എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചു. അത് ആര് ചെയ്താലും ഞാൻ ഈ പരിഗണന കൊടുക്കും. എൻ്റെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും വഴിയിലൂടെ വെറുതെ നടന്നു പോകുന്നവനായാലും. അല്ലാതെ അതിൻ്റെ പേരിൽ നമുക്കിടയിലുള്ളതെല്ലാം അവസാനിച്ചൊന്ന് കരുതിയല്ല. അത് തൻ്റെ മണ്ടത്തരം. അപ്പോ സാരംഗി കാണിച്ചതൊക്കെ എൻ്റെ മാന്യത, എൻ്റെ മര്യാദ. അല്ലാതെ ചെയ്ത സഹായത്തിന് കൂലി തരാനൊന്നും പറ്റില്ലല്ലോ. നന്നായി സാരംഗ്. ഇനിയിപ്പോ മോൾ എന്നെ കുറിച്ച് പറയുന്നതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. മനസ്സിൽ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തൊന്ന് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അച്ഛൻ്റെ കർത്തവ്യമായിട്ട് മോളെ അത് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞതാ പറയാൻ. കുടുംബജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഞാൻ തെറ്റ് ചെയ്തെന്ന് സാരംഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാനാ പറഞ്ഞത്. ഇനി അത് പറയാതെ ഞാൻ വിടില്ല. പറയാൻ. സാരംഗ്, ആ വാ വാ. ഹലോ. എന്തു പറ്റി സാരംഗ്? ആകെ ഒരു സൈലൻസ് ആണല്ലോ. അത് ഞങ്ങൾ ഈ നേരം വരെ ഒരു കുടുംബ കോടതിയിലായിരുന്നു. കുടുംബ കോടതിയോ? മക്കള് തമ്മിൽ നല്ല പൊരിഞ്ഞ അടിയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. നമ്മളും നമ്മുടെ അയൽരാജ്യങ്ങളും പോലെ ഇടയ്ക്കൊന്ന് പൊട്ടും, പിന്നെ ഒന്ന് ഒതുങ്ങും. ഞാൻ പേടിച്ചുപോയി. വിളിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ്. ഞാൻ മൈഥിലി വിളിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ പോവാം. മൈഥിലിയുടെ കാര്യം അറിയാലോ. കുട്ടികൾ വഴക്കിട്ടാല് അയാൾ മാനസികമായിട്ട് തളർന്നു പോകും. പിന്നെ കുറച്ചു നേരം റിലാക്സ് ആവാൻ പാടായിരിക്കും. ഞാനൊന്ന് സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ. സുമേ, ചായ എടുക്കും കേട്ടോ. ഞാനിപ്പോ വരാടോ. ഓക്കെ ഓക്കെ. ഒരു വാനരപ്പടയെ കൈകാര്യം ചെയ്യാം. 2 പിള്ളേരെ കൈകാര്യം ചെയ്യാനാ ബുദ്ധിമുട്ട്. ചെല്ല്. മൈഥിലി, മൈഥിലി.
ശരത്തും നൂർജഹാനും നമ്മളെ രണ്ടുപേരും കാണാനാ വന്നത്. താനൊന്ന് താഴേക്ക് വാ. വേണ്ട സാരംഗ്. എടോ, കുട്ടികൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടായെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. ഇല്ല സാരംഗ്, ഞാനിപ്പോ അവരുടെ മുന്നിലേക്ക് വന്ന ഇവിടെ ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അഭിനയിക്കണം. സാരംഗിന്റെ അന്തസ്സ് നിലനിർത്താൻ അവരുടെ മുന്നിൽ കള്ളം പറയണം. ഇത്രയും വലിയ സിറ്റുവേഷനിൽ സഹായിച്ച സാരംഗ് ചിലപ്പോൾ അതിനൊരു കൂലി തരുമായിരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷെ ആ കൂലി വാങ്ങിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. എടോ, ഒരു 5 മിനിറ്റ് ജസ്റ്റ് അവരെ ഒന്ന് വിഷ് ചെയ്തിട്ട്. ഒരു മനസാക്ഷിയില്ലേ സാരംഗിന്? ഒരു നിമിഷത്തിലും ഇങ്ങനെ മാറാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നത്? ഇത്രയും കാലം നിങ്ങൾ ഇങ്ങനെയാണ് എന്റെ കൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് പേടിയാവുന്നുണ്ട്. ഒരു പകല് മുഴുവൻ എന്റെ കൂടെ ചിരിച്ചു കളിച്ച് നടന്നിട്ട് സ്നേഹയുടെ വീട്ടിൽ വന്ന് എല്ലാവർക്കും സർപ്രൈസും കൊടുത്തിട്ട് എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്നറിയോ? എന്നിട്ട് ഒരു നിമിഷം തികച്ചെടുത്തില്ല. അമ്മ തെറ്റുകാരിയെന്ന് മോള് പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ എവിടേക്ക് ഇറങ്ങി വരണമെങ്കിലും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് സാരംഗ് പറയണം. മൈഥിലി, പ്ലീസ്. ഈ ഒരു സിറ്റുവേഷനിൽ താൻ എന്നെ ഫോഴ്സ് ചെയ്യരുത്. ഞാൻ തന്റെ കാല് പിടിക്കാം. ജസ്റ്റ് 5 മിനിറ്റ്സ്. നാണാവില്ലേ സാരംഗിന്? സ്വന്തം കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി കാല് പിടിക്കാന്ന്. യു ആർ ടു സ്മാർട്ട്. ശരി, ഞാൻ ഇതുവരെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണ്ട. ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറയാം. നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിക്കായിരുന്നു. എന്തോന്നും മിണ്ടാത്തെ? നിങ്ങൾ ചെയ്യുന്ന പല ബിസിനസ് പോലെ കുടുംബവും നിങ്ങൾക്കൊരു ബിസിനസ്സായിരുന്നു. കയറി വരുന്ന ആൾക്കാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ്. അവിടെ ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി വരുന്നവർക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുക, അവരുടെ സുഖം അന്വേഷിക്കുക, അത് മാത്രമാണ്. അവർ തിരിച്ചു പോകുമ്പോൾ സാരംഗിന്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ഗംഭീരമായിട്ട് പറയണം. പക്ഷെ സാരംഗിനൊരു അബദ്ധം പറ്റി. കൂടെ മനുഷ്യരെ നിർത്തരുതായിരുന്നു. അവരാവുമ്പോൾ അല്പം ചിന്തിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. പകരം കുറച്ച് മൃഗങ്ങളെയാണ് വളർത്തിയതെങ്കിലേ വരുന്നവരുടെയൊക്കെ അത്ഭുതം കൂടിയനെ. അവരുടെ ചോദ്യം ചെയ്യലും ഇല്ലാതാവുമായിരുന്നു. വന്നിരിക്കുന്നവരുടെ മുന്നിൽ നാണം കടണ്ട, ഞാൻ വരാം. എന്റെ ഭർത്താവിന്റെ അഭിമാനം ഞാൻ കൂലിയായിട്ട് കൊടുക്കുന്നൊന്നുമല്ല, അതെന്റെ ചുമതലയാ. നിങ്ങളുടെ തല എന്നും ഉയർന്നു തന്നെ നിൽക്കട്ടെ. താഴൻ മൈഥിലിയുടെ ശിരസുണ്ടല്ലോ. ശരി ശരി, ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, കഴിഞ്ഞോ പരിപാടിയല്ല? ഞങ്ങൾ വലിയ സർപ്രൈസ് ആക്കാനാ വന്നത്. പിള്ളേരെ രണ്ടുപേരും വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുവല്ലേ? അതിടയ്ക്കിടയ്ക്കുള്ളതാ. സാരംഗ് പറഞ്ഞു കുട്ടികൾ തമ്മിൽ വഴക്കിട്ട കുറച്ച് സമയത്തേക്ക് മൈഥിലി മൂഡ് ഓഫ് ആയിരിക്കുമെന്ന്. നിസ്സാര കാര്യങ്ങൾ പോലും നമ്മളെ ബാധിക്കില്ലേ ശരത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണോ? എന്തൊക്കെയായാലും കുട്ടികളുടെ കളിയും ചിരിയും ഇടയ്ക്കുള്ള വഴക്കും കുടുംബത്തെ എപ്പോഴും ലൈവാക്കി നിർത്തുമല്ലോ. ഇവിടെ എപ്പോഴും ലൈവാ. ഞാനല്ലാട്ടോ, സാരംഗാണ് അതിന് മുഴുവനും കാരണം. ഇനി ഞങ്ങൾ ആ സർപ്രൈസ് വിസിറ്റിന്റെ കാര്യം പറഞ്ഞേക്കാം. നോക്കൂ, തുറന്നു നോക്കണോ? സൂപ്പർ. ഒരുപാട് അപ്രിസിയേഷൻ ഉണ്ട് രണ്ടുപേർക്കും. ഫോട്ടോയും ഫീച്ചറൊക്കെ കണ്ടിട്ടേ നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് നല്ല അഭിപ്രായം. താങ്ക് യു. അല്ല, മൈഥിലി അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഇതുവരെ. ഞങ്ങളുടെ ഫോട്ടോസിനെ കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? നിങ്ങൾക്ക് കിട്ടുന്ന അഭിപ്രായം നിങ്ങളല്ലേ പറയേണ്ടത്. നന്നായിട്ടുണ്ട്. എല്ലാം നന്നായതുകൊണ്ട് വേറൊരു കുഴപ്പവും കൂടെ ഉണ്ട്. എന്താ? ഒരു 3 months കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വാർഷിക പതിപ്പിനുള്ള ഒരുക്കം തുടങ്ങുകയാണ്. നിങ്ങളെ ഞാൻ ഒന്നും കൂടെ ബുദ്ധിമുട്ടിക്കും. ഇത്തവണ നിങ്ങളെ മാത്രമല്ല, ടോട്ടൽ ഫാമിലിയെ. വേണമെങ്കിൽ സാരംഗിന്റെ അച്ഛനും അമ്മയും മൈഥിലിയുടെ അച്ഛന് എല്ലാവരും ആയിക്കോട്ടെ. അതൊന്നും വേണ്ട ശരത്. ഏയ്,
അങ്ങനെ പറഞ്ഞ് ഒഴിയാനൊന്നും നോക്കണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2-3 ദിവസം ഏതെങ്കിലും ഒരു നല്ലൊരു റിസോർട്ടിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്ലസന്റ് ആയിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ അത് നിങ്ങൾ അറിയാതെ ഒപ്പിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ബിസിനസ് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സാരംഗുമായിട്ട് സംസാരിച്ചോളാം. മതിയടാ മതി. നിനക്കിപ്പോ ഞങ്ങളുടെ കുടുംബം അങ്ങ് ബിസിനസ് ചെയ്യണം അല്ലേ? ഐ എം സോറി, റീച്ചുള്ള കാര്യങ്ങൾ ബിസിനസ് തന്നെ ചെയ്യണം. പിന്നെ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. ഇപ്പൊ ഇറങ്ങിയ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം ഓൺ ടൈമിൽ നടക്കും. ഓക്കെ? അയ്യോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, ഞങ്ങൾ വേറൊരു ദിവസം സൗകര്യമായിട്ട് ഇറങ്ങാം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നില്ല. താങ്ക് യു മിസ്റ്റർ സാരംഗ്. അടുത്ത തവണ നിങ്ങളെ കാണാൻ വരുമ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുമ്പോഴും നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വെറുതെ ഒരു പ്രോഗ്രാം ആക്കുന്നത് മോശമല്ലേ? ഒന്ന് പോടാ അവിടെ. ഓക്കെ ഓക്കെ, ബൈ. ബൈ. ഓക്കെടാ മൈഥിലി, ബൈ. ബാ. താങ്ക് യു. നാണമില്ലേ നിങ്ങൾക്ക്? ശരത്ത് പറഞ്ഞതുപോലെ ഇതിന്റെയും പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലേ? കുടുംബം മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്കൊരു പ്രദർശന വസ്തുവാണ്. അപ്പൊ പിന്നെ അഭിനയിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കണ്ടേ? എനിക്ക് നാണക്കേട് തോന്നാം ഇങ്ങനൊരു ജീവിതം ഇത്രകാലം ജീവിച്ചതിന്.